ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി കട്ട്ലറ്റാണ്. സോസേജ് കട്ട്ലറ്റ്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്ക് സോസേജ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. ചെറുതായി അരിഞ്ഞ സവാള, ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം മുട്ടയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിനോട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സോസേജ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കട്ട്ലറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കാം. താങ്ക്